ഈ ഇതേതാ സ്ഥലം? ചേർത്തലയ്ക്ക് ഇപ്പുറത്ത് നമ്മൾ ഈ പറയുന്ന പുതിയ ഹൈവേയുടെ പണി നടക്കുന്ന സ്ഥലമാണ് പട്ടണക്കാട് തോന്നുന്ന സ്ഥലം, അങ്ങനെ എന്തോ ആ സ്ഥലത്തിൻ്റെ പേര് പറയുന്നത്. അവിടെ ഇത് കണ്ടോ, ഫ്ലൈ ഓവർ പോലെ പണിതിട്ട് ഈ കാണുന്നിടത്ത് മറ്റേ ഇത് വന്നിട്ടില്ല, കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. ഈ കമ്പി മാത്രം വെച്ചോണ്ടിരുന്നിട്ട് ഈ റോഡ് തുറന്നു വിട്ടിട്ടുണ്ട്. ഇവിടുന്ന് നേരെ ഇടിച്ചോ തെറിച്ചോ വല്ലതോ അപ്പുറത്തോട്ട് പോയാൽ കമ്പിയിൽ വണ്ടി ഇടിച്ച് നിൽക്കത്തില്ല, മനസ്സിലായോ? അത് തെറിച്ച് താഴെ പോവും ആ വണ്ടി. അത് ബൈക്കാണെങ്കിലും കാറാണെങ്കിലും പോവും. അത് നേരെ എന്നങ്ങ് ഒരാളും വണ്ടി പറയാൻ പറ്റില്ല, ഉറങ്ങിപ്പോയാൽ പോലും ഇച്ചിരി ഒന്ന് തെറ്റിയാൽ മരണം ഉറപ്പ് എന്ന പോലത്തെ ഒരു രീതിയിലാണ് അതവിടെ ഇപ്പോഴത്തെ നിലയിൽ നിൽക്കുന്നത്. ഇതിപ്പോൾ ഓപ്പൺ ആക്കാൻ പാടില്ല എന്നാ വഴി കേട്ടോ. എനിക്കറിയത്തില്ല ഇത് ആരോട് പറയണമെന്നൊന്നും. എന്നാണ് ഇത് കാണുന്നവരുണ്ടെ ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. അതിപ്പോഴേ ഓപ്പൺ ആക്കരുതാണ്, എല്ലാ പണി പെട്ടെന്ന് തീർക്കണം. കാരണം ഇവിടുന്ന് നേരെ ഉറങ്ങിപ്പോവോ, എന്തെങ്കിലും ഇച്ചിരി ഒന്ന് അശ്രദ്ധ പറ്റിയാൽ മരിക്കും. അതുകൂടാതെ പറ്റാൻ പോകുന്ന വേറൊരു സാധനം എന്നു വെച്ചാൽ വല്ല ചെറുതായിട്ടൊരു തട്ടോ മുട്ടോ വണ്ടികളാകുമ്പോൾ പറയാൻ പറ്റത്തില്ല. ഇവിടെ ഈ സാധനം കണ്ടു, ഇവിടെ തട്ടി ഇടിച്ച് ഇങ്ങോട്ട് ചെന്നങ്ങ് ഇടിച്ച് കഴിഞ്ഞാൽ ഈ കോൺക്രീറ്റ് ഇടിച്ച് നിൽക്കും. മറ്റിടത്ത് നിൽക്കുന്നില്ല, താരെ കുത്തനെ താഴോട്ടാണ് വീഴുന്നത്. നല്ല ഹൈറ്റില്ല പണിത് വെച്ചേക്കുന്നത്. ഇവരെന്തുദ്ദേശിച്ച് തുറന്നു വിട്ടതെന്ന് എനിക്കറിയത്തില്ല ഇപ്പോൾ. അയ്യോ, അത് പ്രശ്നമാണ്, അതൊരു പ്രശ്നം മാത്രമാണ്, യാതൊരു സംശയം വേണ്ട. കുഴിക്കകത്തോട്ടൊക്കെ കഴിഞ്ഞ ദിവസം ഒരു വണ്ടിയൊക്കെ കിടക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനേക്കാൾ വലിയ കുഴിയിലോട്ടാണ് ഇത് പോകുന്നത്. അത് ഞാൻ കാണിക്കാം, എൻ്റെ പുറകെയൊക്കെ ഇടാൻ പറ്റിയ നോക്കട്ടെ. വീഡിയോ എൻ്റെ കയ്യിൽ ഉണ്ടോയെന്ന് അറിയത്തില്ല, പക്ഷെ എന്നാലും അത് ഡേഞ്ചറാണ്. അത് എത്രയും പെട്ടെന്നൊന്നെങ്കിൽ ആ കോൺക്രീറ്റിംഗ് പണി തീർക്കണം. അത് വെച്ചുകൊണ്ടിരുന്ന് രണ്ടുപേരും മരിക്കാനുള്ളൊരു സാധ്യത അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് കണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോഴും ശ്രദ്ധിച്ചു, കുറച്ച് ദൂരം ഉണ്ടത് അവിടെ. പക്ഷേ എന്തൊരു കഷ്ടമാണ്. ചില ആളുകൾ അറിയാതെ ഒന്ന് തട്ടിയോ ഇതെന്ന് പറഞ്ഞുകൊണ്ട് മരിക്കേണ്ട ആവശ്യമില്ല. അത് റോഡിൻ്റെ കൺസ്ട്രക്ഷൻ്റെ അപാകത കൊണ്ടാണ് മരിക്കാൻ പോകുന്നത്, മനസ്സിലായോ? അല്ലാതെ വേറൊന്നും അല്ല. അതും വേറെ ഏതെങ്കിലും ഒരുത്തം വന്ന് സ്പീഡിൽ വന്ന് ഇടിച്ചിട്ട് തട്ടി അങ്ങ് വിട്ടു. ഒരാൾ കൺട്രോൾ ഇല്ലാതെ നേരെ പോകുന്നത് കുഴിയിലോട്ട്. അതായത് ബാരിക്കേഷൻ ഇല്ല അവിടെ, കമ്പി വളച്ച് വെച്ചേക്ക് തുടങ്ങി. വീണ്ടും കാണിക്കാവേ, ഇത് കണ്ടോണം, അതിൻ്റെ ഹൈറ്റ് കണ്ടോണേ. ഇത് കണ്ടോ എങ്ങനെ ഇരിക്കുന്ന സാധനമാണെന്ന് നോക്കിക്കോണം. അതായത് അത് അത്രയും കിളരത്തിലാണ് ഇത് പോകുന്നത്. കണ്ടോ കയറ്റം കണ്ടോ, താഴെ നോക്കി എവിടെയാണെന്ന് ഒരു കെട്ടിടത്തിൻ്റെ ഹൈറ്റ് വരെ ഉള്ള ഒരു ഓവർ ബ്രിഡ്ജ് പോലെ അല്ലെങ്കിൽ ഇങ്ങനെ പണിത് വെച്ചേക്കാം. ഇത് കണ്ടോ, ആകെ ഉള്ളത് ഈ കമ്പിയാണ്. ഇവിടെ നിന്ന് വീണാലും മരിക്കും, ഇവിടം തൊട്ട് വീണാൽ മരിക്കും. അപ്പുറത്തുനിന്ന് അയ്യോ അവിടെ പോകാൻ ആൾക്ക് ഇതിപ്പോൾ ഞാനിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ പുറയുന്ന ഒരു ഇടി വരുവാന്ന് വിചാരിക്കുക. എന്തെങ്കിലും കാരണവശാൽ കൺട്രോൾ ഇല്ലാതെ ഏതെങ്കിലും ഒരു സമയത്ത് മഴയോ രാത്രിയോ കണ്ടീഷൻ എന്തും ആവാം. പക്ഷെ ഇത് കണ്ടോ, ഇത് നോക്കിക്കേ, ഇതിൻ്റെ മുകളിൽ നിന്നൊന്ന് വീഴുന്ന സീൻ ആ കെട്ടിടത്തിൻ്റെ മുകളിലോട്ടൊക്കെ തെറിച്ച് പോയിരിക്കുന്നുണ്ട്. ഈ സാധനം ഇവിടെ പണിത് തീർക്കണം. ഇത് വേണം, കോൺക്രീറ്റ് വേണം, അല്ലാതെ ഇത് തുറക്കരുതാണ്. ഇത് ഡേഞ്ചർ, കണ്ടിട്ട് തന്നെ പേടിയാവുന്നില്ല. സൈഡിലൂടെ പോകാൻ തോന്നുന്നുണ്ടോ? ഷോ, അപ്പുറത്ത് ഇത് തന്നെ അവസ്ഥ. അതേ നോക്ക്, അങ്ങേ സൈഡിൽ കേട്ടോ, ഇവിടെ അല്ല. ഈ പൊക്കിയ സ്ഥലങ്ങളിൽ ഇത് കിട്ടാതെ, ഈ സാധനം തീർക്കാതെ ഇത് ഓപ്പൺ ആക്കാൻ പാടില്ലായിരുന്നു. ഇതിങ്ങനെ പല 2-3 ഇടത്തുണ്ട് ഇത്. ആ പുറയുന്നൊരു ഇടി മതി. ഇപ്പം ഈ ബൈക്കുകാരൻ്റെ ഞാനൊന്ന് ഇടിച്ചാൽ ചിലപ്പോൾ അവൻ അങ്ങ് പോകും. ആ കമ്പി ഇടിച്ച് നിൽക്കത്തില്ല, വണ്ടി ഉൾപ്പെടെ. ഞാൻ പറഞ്ഞത് ഇതിൻ്റെ മുകളിൽ നിന്നും തെറിച്ചു പോകാം സ്കൂട്ടറുകാർ ഇടിച്ചു കഴിഞ്ഞാൽ. പക്ഷേ വണ്ടി ഉൾപ്പെടെ പോകുന്ന കാര്യം കേട്ടോ ഞാൻ പറഞ്ഞു. കാറൊക്കെ ഇടിച്ചാൽ അതിൻ്റെ മണ്ടയ്ക്ക് കൂടെ കയറി താഴെ വീഴും ആ കമ്പിയെന്ന്. അത് പോരാ, ഈ സാധനം പണിയണം, എന്നിട്ട് തുറക്കാമായിരുന്നുള്ളൂ.